ഹായ് ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാര്യം ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സ് കേസുകൾ വർദ്ധിക്കുന്ന സമയത്ത് വെറും പ്രായം നോക്കി മാത്രമാണോ പ്രായപൂർത്തി തികയുക എന്ന് പറയുന്നത്? എന്നാൽ എൻ്റെ അഭിപ്രായത്തിലല്ല എന്നാണ്. വെറും പ്രായം കൊണ്ട് 18, 20, 22 ആയതിനു ശേഷം ഒരു യുവാവ് അല്ല ഒരു യുവതി പ്രായപൂർത്തിയായി എന്ന് പറയാൻ മാത്രം പ്രാപ്തനാകുന്നില്ല. മറിച്ച് അവൻ്റെ മനസ്സും ശരീരവും ഒക്കെ പ്രായപൂർത്തിയായെങ്കിലേ അവനൊരു പ്രായപൂർത്തിയുള്ള ആളായി എന്ന് പറയാൻ പറ്റും. വെറും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും നിർബന്ധത്തിന്, അച്ഛൻ്റെയും അമ്മൻ്റെയും നിർബന്ധത്തിന് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ കല്യാണം കഴിക്കുന്നതിന്, ഒരു യുവാവ് പ്രായപൂർത്തിയായ ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവൻ്റെ മനസ്സിൽ, അവൻ്റെ തലയിൽ ഉണ്ടാവണം, ഞാൻ ആ പെണ്ണിനെ ജീവിതാവസാനം വരെ നോക്കാൻ വേണ്ടി നിയത്താക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആ വരൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന് ആ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കണം. അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഒക്കെ ഡൈവോഴ്സിന് ചിന്തിച്ചു പോകും. കാരണം അവർ മറ്റുള്ളവരുടെ ഒരു ഫോഴ്സിങ്ങിലാണ് കല്യാണത്തിന് ഒരുങ്ങുന്നത് എന്നാണ് ആദ്യത്തെ പ്രശ്നം. അവരവർ തന്നെ ചിന്തിച്ചിട്ട് വേണം കല്യാണം എന്ന ഒരു വലിയൊരു സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി. ഒരു പെണ്ണിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവൻ്റെ മനസ്സിൽ ദൃഢനിശ്ചയം വേണം. ജീവിതാവസാനം വരെ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കും. അതുപോലെ തന്നെ പെണ്ണിനായാലും അവരുടെ മനസ്സിലുണ്ടാവണം, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിതാവസാനം വരെ നിലനിന്ന് പോവും. അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരു ഉമ്മയും ഉപ്പയും പറയുന്നത്, എനിക്ക് പ്രായമായടാ, നിന്നെ കെട്ടിക്കാൻ പോകുന്ന ഇന്ന പെണ്ണിനെ നീ കെട്ടിക്കോ, അല്ലെങ്കിൽ പെണ്ണിനോട് പറയാം, നിൻ്റെ പ്രായമൊക്കെ ആയി, എനിക്ക് കെട്ടാനുള്ള സമയമാണെന്ന് ഏതോ ഒരുത്തനെ പിടിച്ച് കെട്ടിക്കുക. അതല്ല വാസ്തവത്തിൽ വേണ്ടത്. അതിൽ തന്നെ ഉറച്ച തീരുമാനങ്ങളുള്ള ആണും പെണ്ണും പ്രായപൂർത്തിയായി എന്നുള്ള ആ ഒരു വിഷയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, വെറും പ്രായത്തിൽ മാത്രമല്ല അവരുടെ മനസ്സിൻ്റെ പക്വതയിൽ കൂടി പ്രായപൂർത്തിയായി എന്ന് കണക്കാക്കിയാൽ മാത്രമേ കല്യാണത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ വേണ്ടി ഇന്നത്തെ യുവാക്കളും യുവതികളും തയ്യാറാവാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, അവൻ കല്യാണം കഴിച്ചാൽ ശരിയാവും, കല്യാണം കഴിപ്പിക്കാം, അല്ലെങ്കിൽ അവൾ കല്യാണം കഴിച്ചാൽ ശരിയാവും, കല്യാണം കഴിപ്പിച്ച് വിടാം. എന്തിനാണ് ഇത്തരം മണ്ടത്തരങ്ങൾ? ആദ്യം അവൻ ശരിയായതിന് ശേഷം അവനെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ അവൾ ശരിയായതിന് ശേഷം അവളെ കല്യാണം കഴിപ്പിക്കുക. അല്ലാതെ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു രീതി നാട്ടിൽ നിന്നും എടുത്തു പോകണം. ഇങ്ങനെയുള്ള ഡൈവോഴ്സ് കേസുകൾ നാട്ടിൽ നിന്നും കുറഞ്ഞ് വളരെ നല്ല കുടുംബങ്ങൾ വരുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നവാസ് ഡയറി സൈനിങ് ഓഫ്. ബൈ ബൈ.